വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ ദൂതന്മാർ പോയ ശേഷം അവൻ പുരുഷാരത്തോട് യോഹന്നാനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത്, നിങ്ങൾ എന്ത് കാണുവാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? അല്ല, എന്ത് കാണുവാൻ പോയി? മാർദ്ധവ വസ്ത്രം ധരിച്ച മനുഷ്യനെയോ? മോടിയുള്ള വസ്ത്രം ധരിച്ച് സുഖഭോഗികളായി നടക്കുന്നവർ രാജധാനികളിലത്രയും. അല്ല, എന്ത് കാണുവാൻ പോയി? ഒരു പ്രവാചകനെയോ? അതെ, പ്രവാചകനിലും മികച്ചവനെ തന്നെ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു. അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെക്കുറിച്ചാകുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഹന്നാൻ്റെ സ്നാനമേറ്റതിനാൽ ദൈവത്തെ നീതീകരിച്ചു. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ഈ തലമുറയിലെ മനുഷ്യരെ ഏതിനോട് ഉപമിക്കേണ്ടു? അവർ ഏതിനോട് തുല്യം? ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല. ഞങ്ങൾ നിങ്ങൾക്കായി വിലാപം പാടി, നിങ്ങൾ കരഞ്ഞില്ല എന്ന് ചന്തസ്ഥലത്തിരുന്ന് അന്യോന്യം വിളിച്ചു പറയുന്ന കുട്ടികളോട് അവർ തുല്യർ. യോഹന്നാൻ സ്നാപകൻ അപ്പം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും വന്നിരിക്കുന്നു, അവന് ഭൂതമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നിരിക്കുന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് നിങ്ങൾ പറയുന്നു. ജ്ഞാനമോ തൻ്റെ എല്ലാ മക്കളാലും നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ ജയിലിൽ കിടന്നുകൊണ്ട് യേശുവിനെക്കുറിച്ച് കേട്ടു, തൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ടു, മരിച്ചവരെ ഉയർപ്പിച്ചതിനെക്കുറിച്ച് കേട്ടു. തൻ്റെ ദൂതന്മാരെ, ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കിലേക്ക് അയച്ചിട്ട് ചോദിച്ചു, വരുവാനുള്ളവൻ നീ തന്നെയോ? ഞങ്ങൾ മറ്റുള്ളവരെ കാത്തിരിക്കണമോ? യേശു അതിൻ്റെ മറുപടിയായി ആ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അതൊക്കെ പോയി യോഹന്നാനോട് പറയൂ, അവന് മനസ്സിലാകും. എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്നും യേശു പറഞ്ഞു. ഇത് യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത്. യോഹന്നാൻ ഇടറിപ്പോയി സംശയിച്ചു, അതിനെ ചെറുതായി ഒന്ന് താക്കീത് ചെയ്തു. എന്നാൽ ആ ശിഷ്യന്മാർ പോയതിന് ശേഷം യേശു യോഹന്നാനെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് തൻ്റെ അടുത്തുണ്ടായിരുന്ന ജനങ്ങളോട് പറഞ്ഞത്. ഒരാൾ തെറ്റ് ചെയ്താൽ ആ ആളോട് നേരിട്ട് പറയുവാനുള്ള ധൈര്യം യേശുവിനുണ്ടായിരുന്നു. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ അതിൻ്റെ 15-ാം വാക്യം മുതൽ, നിങ്ങളുടെ ഒരു സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്ന് യേശു പഠിപ്പിച്ചു. നീയും അവനും തനിയുള്ളപ്പോൾ അവനോട് പോയി അവൻ്റെ തെറ്റിനെക്കുറിച്ച് സംസാരിക്കുക. അവൻ കേട്ടില്ലെങ്കിൽ 2-3 പേരെ കൂട്ടിക്കൊണ്ടു പോവുക. എന്നിട്ടും കേട്ടില്ലെങ്കിൽ സഭയോട് പറയുക. ഇതാണ് മാതൃക. ആദ്യം നേരിട്ട് ആ വ്യക്തിയോട് കാര്യം പറയുക. ഇവിടെ യേശു യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് നേരിട്ട് ഉള്ള കാര്യം പറഞ്ഞു. എന്നാൽ അവർ പോയ ശേഷം അവരെക്കുറിച്ച് ഒരു കാര്യവും മോശമായി പറഞ്ഞില്ല. യോഹന്നാനെക്കുറിച്ച് ഒന്നും മോശമായി പറഞ്ഞില്ല. താൻ പറഞ്ഞത് യോഹന്നാൻ്റെ നല്ല ഗുണങ്ങളാണ്. താൻ പുരുഷാരത്തോട് ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും യോഹന്നാൻ്റെ പ്രസംഗം കേൾക്കുവാൻ മരുഭൂമിയിൽ പോയല്ലോ. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പോയത്? മരുഭൂമിയിൽ വളരുന്ന ഒരു ചെടിയാണ് ഓട. അത് കാറ്റടിച്ച് ആടും. അത് മാത്രമേ മരുഭൂമിയിൽ കാണാനുള്ളൂ. മരങ്ങളില്ല, മറ്റ് കാഴ്ച വസ്തുക്കളൊന്നുമില്ല. ഈ ഓടച്ചെടി കാറ്റിൽ ഉലയുന്നത് കാണാനാണോ നിങ്ങൾ മരുഭൂമിയിൽ പോയത്? യേശു ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരം തീർച്ചയായും അല്ല എന്നതാണ്. പിന്നെ താൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് പോയത്? മാർദ്ധവ വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനെ കാണാനോ? എന്ന് വെച്ചാൽ സമൂഹത്തിൽ വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കാൻ കഴിവുള്ള ധനികനായ, ഇൻഫ്ലുവൻസ് ഉള്ള, പ്രസിദ്ധനായ ഒരു വ്യക്തിയെ കാണാനാണോ നിങ്ങൾ പോയത്? ഇന്നത്തെ കാലത്തും സെലിബ്രിറ്റീസിനെ കാണാൻ ആളുകൾ കൂടുമല്ലോ. പ്രമുഖ കായിക താരം, പ്രമുഖ രാഷ്ട്രീയ നേതാവ്, ഇവരെയൊക്കെ കാണാൻ ആൾ കൂടും. കാരണം പണക്കാരാണ്, സ്വാധീനമുണ്ട്, നല്ല മോടിയുള്ള വസ്ത്രം ധരിക്കുന്നവരാണ്, കാണാൻ ഭംഗിയുള്ളവരാണ്. ഇത്തരത്തിലുള്ള ആരെങ്കിലും കാണാനാണോ നിങ്ങൾ പോയത്? ഉത്തരം അല്ല, തീർച്ചയായും അല്ല. യോഹന്നാൻ മാർദ്ദവസ്ത്രം ധരിച്ച ആളല്ല, ധനികനല്ല, വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആളും അല്ലായിരുന്നു. എന്നിട്ടും പുരുഷാരം എന്തുകൊണ്ട് മരുഭൂമിയിൽ പോയി? യേശു ചോദിക്കുന്നു. അതിൻ്റെ കാരണം, യോഹന്നാൻ ദൈവവചനം പ്രസംഗിച്ചു. താൻ ശക്തമായി ദൈവത്തിൻ്റെ ദൂത് അരുളി ചെയ്തു. അത് കേൾക്കുവാൻ വേണ്ടി മാത്രമാണ് ആളുകൾ പോയത്. അവർ
ഒരു പ്രവാചകനെ കാണാനാണ് പോയത്. യോഹന്നാൻ്റെ പ്രസംഗം കേട്ട ആളുകൾ പറഞ്ഞു, ഇവൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. മരുഭൂമിയിൽ ഒരു പ്രവാചകൻ പ്രസംഗിക്കുന്നുവെന്ന് കേട്ടാൽ ഉടനെ യഹൂദന്മാരുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു വേദഭാഗമുണ്ട്. ആവർത്തന പുസ്തകത്തിൽ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, മോശയെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ എഴുന്നേൽപ്പിക്കും. മോശയുടെ ശുശ്രൂഷ കാലം മുഴുവൻ മരുഭൂമിയിലായിരുന്നല്ലോ. ഒരു പക്ഷേ ദൈവം അന്ന് പറഞ്ഞ ആ പ്രവാചകനാണോ? അതുകൊണ്ടാണ് ജനം മരുഭൂമിയിലേക്ക് പോയത്. നിങ്ങളൊരു പ്രവാചകനെ പ്രതീക്ഷിച്ചാണ് പോയത്. യേശു ജനത്തോട് പറയുന്നു, എന്നാൽ നിങ്ങൾ കണ്ടത് ഒരു പ്രവാചകനെ അല്ല, ഒരു പ്രവാചകനിലും വലിയവനെയാണ്. എന്താണ് യേശു ഈ പറയുന്നത്? ഏറ്റവും വലിയ പ്രവാചകൻ യോഹന്നാൻ സ്നാപകനാണെന്നാണോ? അതേ സുഹൃത്തെ, ഏറ്റവും വലിയ പ്രവാചകൻ യോഹന്നാൻ സ്നാപകനാണ്. അതിൻ്റെ കാരണം എന്താണെന്നല്ലേ? പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിതാണ്, മിശിഹ വരും, ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കും, അവൻ നീതിയുള്ള രാജാവാണ്, ദൈവം മനുഷ്യനായി അവതരിക്കും, മിശിഹ വരും, അഭിഷിക്തൻ വരും. ഇതാണ് മോശ, ദാവീദ്, യെശയ്യാവ്, യിരെമ്യാവ്, ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെയും പ്രവചനത്തിൻ്റെ അന്തസത്ത. അവരെല്ലാവരും ഒരു മിശിഹയെ പ്രതീക്ഷിച്ചു. യോഹന്നാൻ സ്നാപകനും തൻ്റെ പിന്നാലെ വരുന്നവനെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ യോഹന്നാൻ സ്നാപകന് മാത്രം സാധിച്ച ഒരു കാര്യം, യോഹന്നാൻ സ്നാപകൻ തൻ്റെ പിന്നാലെ വരുന്നവനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല, യോഹന്നാൻ സ്നാപകന് മാത്രമേ തൻ്റെ പിന്നാലെ വരുന്ന ആ മശീഹയെ ചൂണ്ടിക്കാണിച്ചിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറയാൻ സാധിച്ചുള്ളൂ. അതാണ് യോഹന്നാൻ സ്നാപകൻ്റെ വലിപ്പം. നിങ്ങൾക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 27 വാക്യം ഒന്ന് നോക്കൂ. അവിടെ യേശു ഒരു പ്രവചനത്തെക്കുറിച്ച് പറയുകയാണ്. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു, അവൻ നിൻ്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതിയിരിക്കുന്നത് അവനെക്കുറിച്ചാകുന്നു. എന്ന് വെച്ചാൽ യോഹന്നാൻ സ്നാപകനെക്കുറിച്ചാകുന്നു. ദൈവപുത്രനായ മിശിഹ ഈ ഭൂമിയിൽ വരുമ്പോൾ അവന് തൊട്ടുമുമ്പായി അവൻ്റെ വഴിയൊരുക്കുവാൻ ഞാൻ ഒരു ദൂതനെ അയക്കും. ആ ദൂതനാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ്റെ വലിപ്പമാണോ ഇത്? യോഹന്നാൻ സ്നാപകൻ വലിയ വ്യക്തിയായിരിക്കുന്നത് യോഹന്നാൻ്റെ മിടുക്കാണോ? തീർച്ചയായുമല്ല. 27 വാക്യത്തിൽ വായിക്കുന്നത്, യോഹന്നാൻ സ്നാപകൻ്റെ തൊട്ടു പിന്നാലെ വരുന്നവൻ, അവൻ്റെ ദൂതനാണ് യോഹന്നാൻ സ്നാപകൻ. അതാണ് യോഹന്നാൻ സ്നാപകൻ്റെ വലിപ്പം. യോഹന്നാൻ സ്നാപകൻ വലിയവനായിരിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ ആരെക്കുറിച്ച് പറഞ്ഞു, അവൻ ആരെ ചൂണ്ടിക്കാണിച്ചു എന്നതാണ്. അവൻ ആർക്ക് വഴി തെളിച്ചു എന്നതാണ് യോഹന്നാൻ സ്നാപകൻ്റെ പ്രത്യേകത. യോഹന്നാൻ്റെ വലിപ്പം യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത പ്രവാചകൻ, അവനാണ് ഏറ്റവും വലിയ പ്രവാചകൻ. അവനെക്കുറിച്ച് പിന്നീട് യേശു പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. അന്ന് വരെ ലോകത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ വ്യക്തി യോഹന്നാൻ സ്നാപകനാണെന്ന് യേശു പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ യേശു മറ്റൊരു കാര്യം പറയുകയാണ്. ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ, അതായത് യോഹന്നാൻ സ്നാപകനിലും വലിയവൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനാണ് ഏറ്റവും വലിയവൻ. നാം എല്ലാവരും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരാണല്ലോ. യേശുവിൻ്റെ കാലത്തുണ്ടായിരുന്ന ആളുകളും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരാണ്. അത്തരമൊരു മനുഷ്യൻ ഒരിക്കൽ രാത്രിയിൽ യേശുവിനെ കാണാൻ വന്നു. വൃദ്ധനായ യഹൂദന്മാരുടെ ഇടയിലെ ഒരു പ്രമാണിയായിരുന്ന നിക്കോദിമോസ്. അവനെ നോക്കി യേശു പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല. വീണ്ടും ജനിക്കുകയോ? നിക്കോദിമോസ് പറഞ്ഞു, ഇനി ഈ വയസ്സുകാലത്ത് ഞാൻ അമ്മയുടെ ഉദരത്തിൽ കയറി ഇനിയും ജനിക്കണമെന്നോ? യേശു സ്ത്രീകളിൽ നിന്ന് ജനിക്കുന്നതിനെക്കുറിച്ചല്ല നിക്കോദിമോസിനോട് പറഞ്ഞത്, പിന്നെയോ വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരാണ്. അവരിൽ വലിയവൻ യോഹന്നാൻ സ്നാപകൻ. എന്നാൽ ഒരു പ്രാവശ്യം സ്ത്രീകളിൽ നിന്ന് ജനിച്ചവർ അവർ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. സ്വർഗരാജ്യം അവകാശമാക്കുന്നത് വീണ്ടും ജനിച്ചവരാണ്. രണ്ടാമതൊരു ജനനം ഉണ്ടായവരാണ് വീണ്ടും ജനിച്ചത്.
അങ്ങനെ വീണ്ടും ജനനം പ്രാപിച്ച് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന ഒരു വ്യക്തി, ഒരുപക്ഷെ അവന് വലിയ വിദ്യാഭ്യാസമില്ലായിരിക്കാം, ധനികനല്ലായിരിക്കാം, കുടുംബമഹിമയില്ലായിരിക്കാം, ആരോഗ്യമില്ലായിരിക്കാം, അവനെ അധികം ആളുകൾ അറിയുകയില്ലായിരിക്കും, അവനൊരിക്കലും മോടിയുള്ള മാർദ്ദവ വസ്ത്രം ധരിച്ചു കാണുകയില്ല. പക്ഷേ വീണ്ടും ജനിച്ചവനാണെങ്കിൽ ആ വ്യക്തി ലോകത്തിൽ ഒരു പ്രാവശ്യം ജനിച്ച മറ്റെല്ലാവരെക്കാളും വലിയവനായ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാണ്. എന്ന് വച്ചാൽ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ വെറുതെയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന ഏറ്റവും ചെറിയൊരുവൻ വീണ്ടും ജനിക്കാത്ത ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനേക്കാൾ വലിയവനാണ് എന്നാണ് യേശു പറഞ്ഞത്. യേശു ഈ പറഞ്ഞത് കേട്ടപ്പോൾ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റവർ സന്തോഷിച്ചു. അവർക്ക് മനസ്സിലായി, ഞങ്ങൾ ചെയ്തത് ശരിയാണ്, ഞങ്ങൾ ദൈവത്തെ അനുസരിക്കുകയായിരുന്നു, കാരണം യോഹന്നാനെ ദൈവമാണ് അയച്ചത്. എന്നാൽ യോഹന്നാൻ്റെ വാക്കുകൾ അനുസരിക്കാഞ്ഞ ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ മതനേതാക്കളായ പരീശന്മാരും ന്യായശാസ്ത്രിമാരും. അവർ യോഹന്നാൻ്റെ വചനം അനുസരിക്കായിക വഴി ദൈവത്തിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കി കളഞ്ഞു. അതിൻ്റെ അർത്ഥം യോഹന്നാൻ്റെ സന്ദേശം ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു. മാനസാന്തരപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു. അവർ യോഹന്നാനെ വിശ്വസിച്ചില്ല. ഇപ്പോഴവർ യേശുവിലും വിശ്വസിക്കുന്നില്ല. അതിനവർ പറയുന്ന കാരണം എന്താണെന്നറിയാമോ? കാരണമല്ല, ഒഴിവ് കഴിവ്. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ നിന്ന് പ്രസംഗിക്കുന്നു. അവൻ സാധാരണ വസ്ത്രം ധരിക്കുന്നില്ല, ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിക്കുന്നു. സാധാരണ ഭക്ഷണം കഴിക്കുന്നില്ല, കാട്ടുതേനും വെട്ടുക്കിളിയും ഒക്കെ കഴിക്കുന്നു. മനുഷ്യർ താമസിക്കുന്നിടത്തൊന്നും വന്ന് പ്രസംഗിക്കുന്നില്ല, ആരും ഇല്ലാത്തിടത്ത് പോയി പ്രസംഗിക്കുന്നു. വട്ടാണെന്നാണ് തോന്നുന്നത് എന്നവർ പറഞ്ഞില്ല. അവന് ഭൂതമുണ്ട്, ആൾ നോർമലല്ല, ഞങ്ങൾ അവനിൽ വിശ്വസിക്കുകയില്ല. യോഹന്നാന് തൊട്ടു പിന്നാലെ ദൈവപുത്രനായ യേശുക്രിസ്തു വന്നു. താൻ സാധാരണക്കാർ ധരിക്കുന്ന വസ്ത്രമാണ് ധരിച്ചത്, സാധാരണക്കാർ കഴിക്കുന്ന ഭക്ഷണമാണ് കഴിച്ചത്, സാധാരണക്കാരുടെ കൂടെ ജീവിച്ചു. അവനെക്കുറിച്ച് പരീശന്മാരെന്താ പറഞ്ഞതെന്നറിയാമോ? തിന്നിയും കുടിയനുമായ മനുഷ്യൻ, ഒരു ദൈവഭക്തിയൊന്നുമില്ല, ചുമ്മാ മറ്റുള്ളവരുടെ കൂടെ ഭക്ഷണവും കഴിച്ച് വീഞ്ഞും കുടിച്ച് നടക്കുന്നവൻ. ഇവന് ദൈവപുത്രനൊന്നുമല്ല. ഇവൻ പറയുന്നതനുസരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. യോഹന്നാൻ പറഞ്ഞതനുസരിക്കാതിരിക്കാൻ അവർ ഒരു ഒഴിവ് കഴിവ് കണ്ടുപിടിച്ചു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുവാനും അവർ ഒരു ഒഴിവ് കഴിവ് കണ്ടുപിടിച്ചു. അവർ കാരണമല്ല അന്വേഷിച്ചത്, എക്സ്ക്യൂസസ്, ഒഴിവ് കഴിവുകളാണ് അന്വേഷിച്ചത്. അവർ ആ ഒഴിവ് കഴിവുകൾ കണ്ടെത്തി. ഇതിനെക്കുറിച്ച് യേശു പറയുകയാണ്, അക്കാലത്ത് ചന്തസ്ഥലത്തുള്ള കുട്ടികളുടെ ഇടയിൽ ഒരു കളിയുണ്ട്. കുട്ടികൾ 2 ഗ്രൂപ്പായി തിരിയും. ഒരു ഗ്രൂപ്പ് ആദ്യം ശോകഗാനം പാടും. ആ സമയത്ത് മറ്റേ ഗ്രൂപ്പ് കരയണം. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ സന്തോഷിക്കുന്ന, ഡാൻസ് ചെയ്യാൻ വേണ്ടിയുള്ള പാട്ട് പാടും. ആ സമയത്ത് അടുത്ത ഗ്രൂപ്പ് ഡാൻസ് ചെയ്യണം. എതിർ ഗ്രൂപ്പിലുള്ളവർക്ക് ഈ ട്യൂൺ മനസ്സിലാക്കാനോ ആ പാട്ടിനനുസരിച്ച് കരയാനോ ഡാൻസ് ചെയ്യാനോ സാധിച്ചില്ല എന്ന് പറയുന്ന ഒരു കളി അന്നത്തെ കുട്ടികളുടെ ഇടയിലുണ്ടായിരുന്നു. യേശു പറയുന്നത് ശാസ്ത്രിമാരും പരീശന്മാരും അങ്ങനെയാണ്. സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തനായി വന്ന യോഹന്നാനെ അവർ വിശ്വസിച്ചില്ല. കാരണം അവർ പറഞ്ഞു, ഇവൻ സാധാരണക്കാരനല്ല. എന്നാൽ സാധാരണക്കാരോടൊപ്പം ജീവിക്കുന്ന യേശുവിനെയും അവർ വിശ്വസിച്ചില്ല. കാരണം ഇവൻ സാധാരണക്കാരെ പോലെ പെരുമാറുന്നു. എന്തുകൊണ്ടാണ് അവർ ദൈവവചനം വിശ്വസിക്കാതിരുന്നത്? അവർ വിശ്വസിക്കേണ്ട എന്ന് ആദ്യം തീരുമാനിച്ചു. അതിനുശേഷം അവരുടെ അവിശ്വാസത്തിന് അവർ ഒഴിവ് കഴിവുകൾ കണ്ടുപിടിച്ചു. പ്രിയ സുഹൃത്തെ, ദൈവവചനം കേൾക്കുമ്പോൾ അതനുസരിക്കാതിരിക്കാൻ ഒഴിവ് കഴിവുകളാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് കണ്ടെത്തും. പക്ഷേ ഒന്ന് ഓർക്കണം, ദൈവവചനം അനുസരിക്കാത്തവർക്ക് ലഭിക്കുന്ന ശിക്ഷാവിധിയും യാതൊരു ഒഴിവ് കഴിവും ഇല്ലാതെ നിങ്ങൾക്ക് ലഭിക്കും. അതാണ് അന്നത്തെ ഇസ്രായേൽ രാജ്യത്തിന് സംഭവിച്ചത്, അന്നത്തെ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും സംഭവിച്ചത്. അത് നമുക്ക് സംഭവിക്കാതിരിക്കും.